മലായ് ബോട്ടി തവൻ്റെ. അപ്പോൾ 1 കിലോൻ്റെ അളവാണ്. ഇപ്പം ഞാൻ എടുക്കുന്നത് 250 ഗ്രാമിൻ്റെയാണ്. ഇതാണ് നമ്മുടെ സ്പൈസസ്. ആദ്യം 1 കിലോൻ്റെ അളവ് ആണ്. ഒരു 50 ഗ്രാം പച്ചമുളക്, 15 മില്ലി ഇഞ്ചി, 15 മില്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറുനാരങ്ങ, പിന്നെ 1 കിലോന് 100 ഗ്രാമാണ് യോഗട്ട് വരുന്നത്. ഇത് മിൽക്കി മിസ്റ്റിൻ്റെ യോഗട്ടാണ്. അപ്പോൾ 1 കിലോന് ഈ ഒരു കപ്പ് തന്നെ മതിയാവും. 30 രൂപയുള്ളത് ഇതിന് വില. പിന്നെ കുക്കിംഗ് ക്രീം ഇല്ലെങ്കിൽ മിൽക്ക് ക്രീം, അത് 250 ആണ്. 1 കിലോൻ്റെ അളവാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ മഞ്ഞൾപ്പൊടി ഇടുന്നു. അത് 1 ടേബിൾ സ്പൂണാണ്. 1 കിലോൻ്റെ അളവാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മലായ് തവ ചിക്കൻ മലായ് തവ ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. ഇതൊരു അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റിന് വയ്ക്കണം. അതിനുശേഷം നമ്മളിത് അടിപൊളിയായിട്ട് ഉണ്ടാക്കണം. കറക്റ്റ് അളവ് ഞാൻ പറയാണ്. ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. അടിപൊളി ബിരിയാണിയാണ്. നോർത്ത് ഇന്ത്യൻ ബിരിയാണിയാണ്. ഇത് ഇവിടെ ഒന്നും കിട്ടൂല. ഇത് ടൈം ഗസ്റ്റ് ടു കേരളത്തിൽ ഡെവലപ്മെൻ്റ് ആവുന്നൊരു ഫുഡാണ്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാട്ടിത്തരുന്നു. ഓക്കെ, പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കാം. ഗീ ആണെങ്കിലും ബട്ടർ ആണെങ്കിലും സൺഫ്ലവർ ആണെങ്കിലും വെളിച്ചെണ്ണയാണെങ്കിലും എന്ത് ഒഴിക്കുക. 1 ഓയിൽ വരെ ഒഴിക്കുക. നമുക്കൊന്ന് ഇത് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം റെസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ ചിക്കൻ ഇതിലേക്ക് വെച്ചിരുന്നു. അതിനുശേഷം നമുക്ക് ഒരു 3 മിനിറ്റ് വേവിക്കാം. ചിക്കൻ്റെ പിങ്ക് കളർ മാറുമ്പോഴാണ് ബാക്കി സോസ് നമ്മൾ ചേർക്കുന്നത്. അടിപൊളി സോസാണ് കേട്ടോ. നമുക്കിനി 3 മിനിറ്റ് കഴിഞ്ഞു. ചിക്കനൊന്ന് മറിച്ചിടാം. ചിക്കൻ്റെ പിങ്ക് കളർ മാറിയതിന് ശേഷം ഈ വൈറ്റ് കളർ വരുമ്പോഴാണ് നമ്മൾ റിച്ച് ഗ്രേവി സോസ് നമ്മൾ ഇതിൽ ചേർക്കുന്നത്. ഇത് അടിപൊളി ഒരു മലായ് തവ ബിരിയാണിയാണ്. അടിപൊളി. ഇത് ബോൺലെസ് ചിക്കനിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ ബോണുള്ള ചിക്കനാണ്. ബോൺലെസ് ചിക്കനിലാണ് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ഇതിൽ സോസ് ഒന്ന് ചേർക്കാം. അതിനുശേഷം നല്ലോണം ഒന്ന് വേവിക്കാം. അതിനുശേഷം മൂടി വെച്ച് മീറ്റ് നല്ലോണം വെന്തതിന് ശേഷം ബാക്കിയുള്ള ഇനി നമുക്ക് തുറന്ന് നോക്കാം. റിച്ച് ഗ്രേവിയായി ചിക്കനൊക്കെ വെന്തിട്ടുണ്ടോ നോക്കാം. ചിക്കൻ്റെ പിങ്ക് കളർ മാറിയതിന് ശേഷം ഈ സോസ് ചേർത്തേണ്ടതാണ്. ഇനി നമുക്ക് ചേർത്തേണ്ടത് കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് ക്യാരറ്റ്, കുറച്ച് തക്കാളി ചോപ്പ് ചെയ്തത്, പിന്നെ ചേർക്കേണ്ടത് ചീസാണ്. ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പിയിൽ ഗോഡ് ചീസാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ചേർത്തിയത് മിൽക്കി മിസ്റ്റിൻ്റെ ചീസാണ്. ഇതൊരു കിലോന് 20 ഗ്രാമാണ് ചേർക്കേണ്ടത്. ഈ ചീസാണ് കണ്ടോ, ഈ ചീസാണ്. ഇതൊരു ഷീറ്റാണ് വരെ 20 ഗ്രാം. ഒരു കിലോന് 20 ഗ്രാം 5 ഷീറ്റ് ഉണ്ടാവും. ഇത് ഇട്ടതിന് ശേഷം നമുക്ക് ഒന്ന് റൈസ് ഇടാം. അടിപൊളിയായിട്ട് റൈസ് ഇടാം. റൈസ് ഇട്ടിട്ട് ദമ്മ് ചെയ്യാം. അതിനുശേഷം കുറച്ച് ക്യാപ്സിക്കോ, തക്കാളി, ചോപ്പ് ചെയ്ത ക്യാരറ്റ് ഇട്ടിട്ട് അടിപൊളിയായിട്ട്
നമുക്ക് ഇത് ഒന്ന് ദമ്മ് ചെയ്തെടുക്കാം. ഇത് ചിക്കൻ മലായ് തവ ബിരിയാണിയാണ്. നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഫുഡ് റെസിപ്പിയാണ്. അടിപൊളിയാണ്. സബബ് ജോയ് ഇൻ എവരി ബൈറ്റ് ഫീൽഡ് ടേസ്റ്റിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെയും ഷെഫുമായ ആളാണ് സംസാരിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ഒരു മലായ് തവ ബോട്ടി കഴിക്കാൻ പറ്റും. നമുക്കിനി തുറന്ന് നോക്കാം. ചിക്കൻ മലായ് തവ ബിരിയാണി നോർത്ത് ഇന്ത്യൻ ഡിഷ് അടിപൊളിയായി ആയിട്ട് വെന്തിട്ടുണ്ട്. ടോപ്പ് ഒരു ബിരിയാണിയാണ്. ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. സിമ്പിൾ സ്പൈസസ് ആണ്. 1 കിലോൻ്റെ അളവാണ്. ഗോഡ് ചീസാണ് ഇതിൽ ഒറിജിനൽ വരുന്നത്. ഒരു ഷീറ്റ്, അതായത് 100 രൂപയാണ്. പിന്നെ കുക്കിംഗ് ക്രീമിലെയും മിൽക്ക് ക്രീം അത് 250 1 കിലോൻ്റെ അളവ്. ബിരിയാണിയുടെ റൈസ് മാതിരി തന്നെ ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നു. അടിപൊളി മലായ് തവ ചിക്കൻ ബിരിയാണി. ഇനി മലായ് തവ ബോട്ടി ചിക്കൻ റോസ്റ്റ്, മട്ടൺ, ബീഫൊക്കെ ഈ വീഡിയോയിൽ കാട്ടിത്തരാം. വെയിറ്റ് ചെയ്യൂ. താങ്ക് യു.